ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വടക്കൻ സ്റ്റോറി. ഇന്ന് ഇവിടെ ഞാൻ എന്താ കുക്ക് ചെയ്യുന്നത് എന്നും ഞാൻ സ്വന്തം കിച്ചണിൽ ആയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എന്താ കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് നമ്മൾ ആദ്യം കുമ്പളങ്ങ ആണ് ക്ലീൻ ആക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു എളുപ്പപ്പണിയായിട്ട് നമ്മൾ സുന്ദർ കിച്ചണിലേക്ക് ഇങ്ങനെ പോവാം ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് എന്തായാലും വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സ്ഥലമില്ലേ, ഇതാണ് സുന്ദർ കിച്ചൻ്റെ ഭാഗം. ഇത്ര അടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് ഈ വാതിലങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെയൊക്കെ വാതിൽ ഓപ്പൺ ആണോ എന്ന് നോക്കും. അവിടുത്തെ വാതിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സുന്ദരേട്ടനെ വിളിക്കും. ഇന്ന് ആക്ച്വലി ഓപ്പൺ ആണ്, പക്ഷേ ഇന്ന് കൂടെ കുക്ക് ചെയ്യാൻ ഉള്ളൊരു മൂഡില്ല. പിന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, അപ്പം എനിക്ക് ഭയങ്കരമായൊരു ഹാപ്പിനെസ്സും കൂടി ഷെയർ ചെയ്യാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുന്ദർ കിച്ചണിൽ വെച്ചിട്ട് ലഡു മേക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല വ്യൂസ് കയറുന്നുണ്ട്. അതായത് ഒരു 3000 അടുത്ത 2600 റേഞ്ചിലാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഒരു മുരിങ്ങാക്കോല് എടുക്കുന്നുണ്ട്. ഞാൻ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ വിത്തൗട്ട് ഒരു കട്ടൻ കാപ്പി. കഷായം പോലെ ഇരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ അത് ശീലമായി. അപ്പം നമുക്ക് ആദ്യം കഷ്ണം ഞാൻ ആക്ച്വലി കഴുകിയതാണ്. ഞാൻ കഴുകിയത് ഞാൻ മറന്നു വിചാരിച്ചു. എന്നാലും വേണ്ടില്ല, ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കാം. അങ്ങനെ ഇതാകുമ്പോൾ ഇതിൽ ഈ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ പോയിക്കോളും. ഈ സംഭവം ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് അരി കഴുകാനും എടുക്കാം, അതുപോലെ പച്ചക്കറി ഇപ്പോൾ കഴുകിയെടുക്കാം. അപ്പോൾ ഇതാണ് കുക്കർ. ആക്ച്വലി വലിയ കുക്കറാണ്, 2 കുക്കറുള്ളത്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുക, അത് നേരെ ആക്കാം. ഓക്കെ, അയ്യോ സോറി, ഞാൻ മറന്നുപോയി. ഞാൻ മുരിങ്ങയൊക്കെ ഇത് വെന്തിട്ട് ഞാൻ ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ വല്ലാണ്ട് വെന്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ്. പരിപ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ തന്നെ കഴുകാം. കുറച്ച് പരിപ്പ്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. നമ്മളിപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും എന്താ ഓക്കെ. അപ്പോൾ പരിപ്പും ഒക്കെ ഇട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം, മഞ്ഞപ്പൊടി ഇടണം, മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്ര വെള്ളം മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങയെന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം അതിൽ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം, ഗ്രില്ലാവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിന് ഇവിടെ
അടയാനും ഇത്തിരി പാട ടൈറ്റുള്ള സാധനമാണ്. നല്ല കുക്കറാണ് ഇത്. PG ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു രണ്ട് മീൻസ് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ഉടയും. പക്ഷെ പരിപ്പുണ്ടല്ലോ, പരിപ്പുള്ളത് കൊണ്ട് ഞാനൊരു 3 വിസിലൊക്കെ എന്തായാലും അടുപ്പിക്കും. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള നാളികേരത്തിൻ്റെ തേങ്ങാരവില്ലേ അത് നോക്കാം. അതിൽ ഒന്നുമില്ല, ഞാൻ ഇന്ന് മോരൊഴിച്ചിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മോരൊഴിച്ചിട്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ജീരകവും പച്ചമുളകും കൂട്ടിയിട്ട്, ജീരകവും പച്ചമുളകും നാളികേരം കൂട്ടി അടിക്കുക. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, നാളികേരം പൂളി വെച്ചേക്കാം. അതിനെ ഒന്ന് ആദ്യം അടിച്ചെടുത്തിട്ട് ഞാൻ എന്തൊക്കെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഇതാ നാളികേരം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പൊടിക്കുക മീൻസ് അത് ഫ്രിഡ്ജിലും കൂടി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അതൊരു പൊടിഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിന് വെള്ളമൊഴിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലോട്ട് ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ജീരകം ഓക്കെ, അപ്പം നമ്മൾ ജീരകം ആഡ് ചെയ്യാൻ പോവാണ്. ജീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു നുള്ള് ജീരകം ഇടുന്നു. ഒരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വേണ്ടത്, പിന്നെ ഞാൻ കഴുകി കുറച്ച് വലിയൊരു പച്ചമുളക് 2ആയിട്ട് കഷ്ണാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പ്രഷർ മൊത്തം പോട്ടെ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ അരവ്, അതായത് ജീരകവും നാളികേരവും പച്ചമുളകും കൂട്ടി അരച്ച അരവ് ചേർക്കാം. അല്ല, അതിന് മുന്നൊരു സംഭവമുണ്ട്. അത്യാവശ്യം പുളിയുള്ള മോരും കൂടി ആഡ് ചെയ്യാം. മോര് ആഡ് ചെയ്തിട്ട് അതൊന്ന് പത വരുമ്പോൾ നാളികേരം ആഡ് ചെയ്യുക. അത് ഞാൻ വിട്ടുപോയി. വഴുതനങ്ങ ഫ്രൈയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ അത് ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വഴുതനങ്ങയ്ക്കുള്ള പൊടി ഒരു എന്താ പറയുക മിക്സ് വേണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്ര തന്നെയുള്ളൂ. ഒരു ബേസ് കോട്ട് അത് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി വെള്ളത്തിലാണ് ചെയ്യാറെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യണത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നോർമലി ഇപ്പോൾ ഭയങ്കര റീൽസിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ സാധനം തന്നെയാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനാണ് അടുത്ത പരിപാടി. ഞാനിങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പിടിക്കും. നമ്മളിങ്ങനെ ഒന്നിച്ച് കുഴയ്ക്കുമ്പോൾ എല്ലാത്തിലും ഒരുപോലെ പിടിക്കില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. തുടക്കമൊക്കെ അങ്ങനെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ പാച്ചു എന്താ, അപ്പോൾ നമ്മളിങ്ങനെ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ എല്ലാം പോകും. ഞാനൊരു ഇത്തിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, എന്നാലേ അത് നമ്മുടെ കുറച്ചും കൂടി സെറ്റാവുള്ളൂ. അത് നമുക്കിങ്ങനെ ഒരു ഇതുണ്ടോ കണ്ടോ, ഈ ഒരു സെറ്റപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മസാല പുരട്ടി വെച്ച വഴുതനങ്ങ. ഇപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ അത് തുറന്ന് അതിൽ മോരൊഴിച്ചിട്ട് ഒന്ന് പൊത വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. എന്നിട്ട് പിന്നെ വറുത്തിടുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ കൂട്ടാൻ റെഡി. ഇനി അടുത്തത് വഴുതനങ്ങയാണ്. ആദ്യം കൂട്ടാൻ്റെ പണി തീരട്ടെ. ഏതെങ്കിലും ഒന്ന് തീർന്നു ഒന്ന് സമാധാനിക്കാമല്ലോ. പാച്ചു ഇന്ന് എഴുന്നേറ്റിട്ടില്ല. എണീറ്റ് പാൽ കുടിച്ച് പിന്നെ ഉറങ്ങി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ തുറന്നു ഗൈസ്. കുക്കർ തുറന്നിട്ട് നമുക്ക് കുറച്ച്, ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ആ മാങ്ങയുടെ അണ്ടി ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു എന്ന് വെച്ചാൽ പുളി ഒന്നും കൂടി കൂടാൻ സഹായിക്കുമായിരിക്കും എന്ന് സ്വയം തോന്നിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് മുരിങ്ങാക്കോല് ഇട്ട് കൊടുക്കാം. ഞാനിന്ന് സ്റ്റൗ കത്തിക്കട്ടെ. മുരിങ്ങാക്കോല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിടണം.
കാരണം പരിപ്പ് ഇടുമ്പോൾ നമ്മളെപ്പോഴും ഉപ്പ് അങ്ങനെ ഇടാറില്ല. പരിപ്പിനെ ചിലപ്പോൾ വേവാവാൻ താമസാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ട് ഉപ്പിടുക ചെയ്യാറ്. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മോരൊഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ താഴത്തുനിന്ന് ഒരു തളയുടെ സൗണ്ട് കേട്ട് തുടങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോരൊഴിക്കാം. ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ്സിൽ കുറച്ചും നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഒരു അര ഗ്ലാസ്സിന് കൂടുതലുണ്ട്. നമ്മളൊരു ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി, ഒഴിച്ചാൽ മതി. ഇത് മതിയായിരിക്കും. അപ്പോൾ ഒരു കാൽ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസിൻ്റെ ഉള്ളിൽ കാൽ ഗ്ലാസ് നമ്മുടെ മോര്. പ്രത്യേകിച്ച് നമ്മൾ അരച്ച് ചേർക്കണതൊക്കെ പച്ചമുളകല്ലേ, അപ്പം ഞാൻ കുറച്ചും കൂടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ കളറ് കണ്ടില്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിച്ച് വയ്ക്കാം കേട്ടോ, വാങ്ങി വയ്ക്കാം. ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ. ടേസ്റ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം ആ ഒരു ജാറ് കഴുകിയ വെള്ളമൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ നല്ലോണം വെന്തു കേട്ടോ. ഞാൻ ആക്ച്വലി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മോര് കൂട്ടിയോട് തന്നെ ഞാൻ വറുത്തിടും. കാരണം എനിക്ക് വറുത്തിടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിൻ്റെ ആ സ്മെല്ലും വറുത്തിടുമ്പോഴുള്ള മണം, അത് ആ കൂട്ടാനല്ലേ, ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ മാക്സിമം പറ്റുന്നതിലൊക്കെ വറുത്തിടാറുണ്ട്. അപ്പോൾ ഇതിലും വറുത്തിടണം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി വറുത്തിടുകയാണ് വേണ്ടത്. വറുത്തിടാം. ഓക്കെ, ആക്ച്വലി ഇവിടെ ഇപ്പോൾ കറിവേപ്പില ഇല്ല. സോ ഞാൻ മുളകും കടുകും വെച്ച് മാത്രമാണ് വറുത്തിടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പച്ചമുളക് ഞാനിതുവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുള്ളായിട്ട് സംസാരിച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടില്ല. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു രസമുണ്ട്. കാരണം നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിയില്ലാണ്ട് സംസാരിക്കാണ്ട് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു എന്തോ ഒരു ഫീല്. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ കടയോടോടവിളാന്ന് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെയാകുമ്പോൾ അതില്ല. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാട്ടോ. പിന്നെ സൺഡേ ഇതിൻ്റെ ഒരു ഇതിലും കൂടിയാണ്. അപ്പം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം നല്ല അടിപൊളി സ്മെല്ല് വന്നു. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവേ. സെറ്റ് കളറ്, നല്ല മഞ്ഞ കളറ്, അടിപൊളി ടേസ്റ്റുള്ള കൂട്ടാൻ. എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, സൂപ്പറാണ്. ഇനി
ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കാൻ. ആ സാധനം എന്താണെന്ന് ഞാൻ പറയട്ടെ. അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ, അത്ര സീക്രട്ടൊന്നുമില്ല. എന്നാലും അറിയാത്തവർക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ്, അത് അധികമായ ഭയങ്കര പ്രശ്നമാണ്. ഒരു മേമ്പൊടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തൂവി കൊടുത്താൽ മതി, സൂപ്പറാണ്. ഓക്കെ, അപ്പം ഞാനത് എന്താന്ന് പറയാം, ഒന്നുമില്ല, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ഒന്നിങ്ങനെ തൂവി കൊടുക്കുക. അതോടുകൂടി കറി സൂപ്പർ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ കറി ലുക്ക്. സൂപ്പർ അല്ലേ? എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. വറുത്തിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി വെക്കാതെ അതിൻ്റെ ആ ഒരു സ്മെല്ലും മൊത്തത്തിലൊന്ന് കൂട്ടാനുമായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും. അപ്പോൾ പാച്ചു അമ്മ കൊണ്ട് വിളിച്ചു. അപ്പോൾ പാച്ചുവിനെ എടുക്കാൻ പോയതാട്ടോ. അപ്പം നമുക്കിനി ഇത് ചൂടായ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ വില കാരണം കുറേയൊന്നും ഒഴിക്കാൻ തോന്നുന്നില്ല, എന്നാലും ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണ്ടേ. യെസ്, എങ്ങടാ പോണ്ടേ? അച്ഛൻ്റെ അടുത്ത് പോണോ? അച്ഛൻ ജോലി. അച്ഛമ്മയെ നമുക്ക് അച്ഛനോട് ഒന്ന് വേഗം വരാൻ പറയാട്ടോ. പാച്ചു ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് അച്ഛൻ വേഗം വരണം കേട്ടോ. പാച്ചു ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറയാട്ടാ. അമ്മ വിളിച്ച് പറയാട്ടാ. അപ്പൊ അച്ഛൻ വേഗം വരും. ഓക്കെ, ഇട്ടിടാട്ടോ. പാച്ചു പൊട്ടു. അയ്യോ, ഇത് ആക്ച്വലി ഇങ്ങനെ കുറച്ച് ചെറുതായി വരുന്നത് നല്ലത്. ഞാനങ്ങനെ എല്ലാ പീസും ചെറുതൊന്നുമല്ല, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ വല്ലാണ്ട് കരിഞ്ഞു പോകും. ആക്ച്വലി എനിക്കത് അങ്ങനെ പറ്റാറുണ്ട്. ഞാൻ സ്പീഡിൽ ചെയ്യുമ്പോൾ അങ്ങനെ കരിഞ്ഞു പോകും. ഇതെന്താ പാച്ചു അറിയോ? എന്താ? വഴുതനങ്ങ. അമ്മയുടെ കൈ പൊള്ളി, എൻ്റെ കൈ പൊള്ളി. ഓക്കെ, പാച്ചുവിൻ്റെ അടുത്ത് ഇത് വെക്കാനുള്ള ധൈര്യമില്ല, കാരണം പാച്ചു ഇങ്ങനെ കഴിയിട്ട അത് മുഴുവൻ കഴിച്ചോ? ഇനി വേണോ? പാച്ചൂടെ കൈ പൊള്ളിയില്ല. പാച്ചു അമ്മയല്ലേ ഇത് ചെയ്തു. കഴിഞ്ഞ ഇതൊക്കെ ആകെ കരിഞ്ഞു. കരിക്ക് കരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ ഒന്ന് ചൂടാറ്റിയിട്ട് ഇത് വീണ്ടും ഇതൊക്കെ ഈ റിപ്പീറ്റ്. ഇനി ഒരു സെറ്റിൽ കൂടി ഇത് വറുത്തെടുക്കണം എന്നാണ് വിചാരിക്കണം. ഈ ഒരു സെറ്റോട് കൂടി വറുത്ത് തീർക്കണം. എന്നിട്ട് ഇത് അവസാനമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഉള്ളി ഇത് ആയി കഴിയുമ്പോഴേക്കും പകുതി ആകുമ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയതാക്കി അരിഞ്ഞിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുക. തോന്നൊരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ പേടിയാണ്. ഞാൻ പൊതുവെ റിസ്കി ജോബ്സ് ഒന്നും അല്ല, ഇതൊക്കെ ചെയ്യും. അതായത് നമുക്ക് ഏതാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നണ ചില സംഭവങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ചോറ് വാർത്തല്. ഇപ്പം അതൊക്കെ ഞാൻ ചെയ്യും. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ അതൊക്കെ അനിയനെ ഏൽപ്പിക്കും. അനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവാണ്. ആളെ ഏൽപ്പിക്കും. ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആള് അതൊക്കെ ചെയ്യും. എനിക്ക് പേടിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമില്ല.
അതാണ് വെളിച്ചെണ്ണ പാച്ചു. ആ ആണ് വെളിച്ചെണ്ണ ആണ്. ആ അതിലൊന്നുമില്ല, അത് കഴിഞ്ഞു ഇതുണ്ടോ. അപ്പൊ അത് അമ്മ ഇതാക്കി വെക്കാം. കുറച്ച് ഇത് ഇങ്ങോട്ട് പണി കഴിഞ്ഞാലേ അമ്മ അത് മാറ്റി അതിൽ വെക്കാം. അമ്മ കൊണ്ടുപോവാ. പാച്ചുവിനുള്ള ദോശയൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് പോയി ഇരുന്ന് കഴിക്കാം. കഥയൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഗാർലിക്, വെളുത്തുള്ളി. അപ്പൊ നമ്മള് വെളുത്തുള്ളി ഒരു മിനിറ്റ് പാച്ചു, ഇത് മറിച്ചെടുത്തേ. ഇതിങ്ങനെ നല്ലവണ്ണം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഇത്തിരിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സവാളയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലിടാം. എന്നിട്ട് അതും അതിൽ കിടന്നൊന്ന് മുരിയണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഓൾറെഡി പാച്ചു വെച്ചത്. ഹായ് പാച്ചു ഹലോ പറഞ്ഞോ. ഹലോ ഹായ് ഹൗ ആർ യു. പാച്ചൊന്നും വലിയ അലമ്പില്ല, ചില ദിവസം ഒരു വകയ്ക്ക് പറ്റില്ല. ആ പറഞ്ഞില്ല. ആ അതാ പോവാം. ഇതാ പാച്ചു ഇതാവണ്ടേ. അന്നൊരു കാര്യം ചെയ്യാം, ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ ഇങ്ങനെ വരൂട്ടപ്പോ. കാണല്ലേ പേസ്റ്റ് തേക്കട്ടെ. അപ്പം തന്നെ തേക്കണായിരുന്നു. പാച്ചു കാക്കയെ വിളിക്കാതെ കാക്കയോട് വർത്താനം പറയും. ഞാനും പറയുന്നത് കാക്ക ഇവിടെ വന്ന് മറ്റേ പുറത്ത് വേസ്റ്റിങ്ങനെ വെച്ചിരുന്നു. ബക്കറ്റ് അടച്ച് വെച്ചതൊക്കെ തോരന്ന് ഇട്ട് നിലത്തിടും. അങ്ങനെ അപ്പൊ ഞാൻ പറയണ കേട്ടിട്ട് അവരും പറയും. ആക്ച്വലി ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കഴിയുമ്പോൾ വെതറി അതിലൊന്നും കൂടി ഫ്രൈ ആയ ഒരു പ്രത്യേക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ. അപ്പോൾ പാച്ചു ദോശ കഴിക്കാൻ പോവാ കേട്ടോ. അപ്പം ആക്ച്വലി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളാണ് ഞാൻ കാണിക്കണം എന്ന് ഉദ്ദേശിച്ചത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്. പാച്ചു ബായ് പറയൂ. ബായ്. അവൻ എൻ്റെ മൈക്കിടെ സാധനം എടുത്ത് നിലത്തിട്ടു. ഓക്കെ അപ്പോൾ ബായ്, കാണാം.